Hi all, welcome to Edus Academy. Now, we have DME staff nurse examination. അപ്പോൾ ഇന്നലെ അതിന്റെ പ്രൊവിഷണൽ ആൻസർ കീ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ എക്സാം കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ അന്നത്തെ ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മുതൽ ചോദിക്കുന്ന കാര്യമാണ് സർ കട്ട് ഓഫ് എത്രയാകും എന്നുള്ളത് അല്ലേ. സോ അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിന് ആമുഖമായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നോക്കി, ഇത് നമ്മുടെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണ്. ഇത് നിലവിൽ വന്നിരിക്കുന്നത് 2023 ജനുവരിയിലാണ്. അപ്പോൾ ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് ഈ വർഷം, എനിക്ക് തോന്നുന്നു ഈ വർഷം ലാസ്റ്റ് വരെ, അതായത് 2025 ലാസ്റ്റോട് കൂടി ഇത് എക്സ്പയർ ആവും. ആ സമയമായിരിക്കും നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വരിക. ഏതാ? DMEയുടെ കേട്ടോ. അപ്പം നോക്കി, ഇത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് ആണ്, അതായത് ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് ആണ്. ഇതിന്റെ ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 73.67 കേട്ടോ. ഫസ്റ്റ് റാങ്ക് വന്നിരിക്കുന്ന 73.67. അതിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു നിങ്ങൾക്ക് അറിയാവോ? എന്നാണ്ട് ഈ കാണുന്ന പോലെ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 49 ആയിരുന്നു. 49 എന്ന് പറഞ്ഞാല് റാങ്ക് ലിസ്റ്റില് 49 മാർക്ക് വരെ ഉള്ള കുട്ടികളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും. നോക്കിക്കേ, ഇത് ജനറൽ കാറ്റഗറിയാണ്. 1830 പേരുടെ പേരാണ് റാങ്ക് ലിസ്റ്റ് ഉള്ളത്. എവിടെ നിന്നാ? ജനറലിൽ നിന്ന്. അപ്പൊ നമുക്ക് നോക്കാവേ, ഈ ലിസ്റ്റിൽ നിന്ന് നിലവിൽ ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്ന എത്ര പേർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ജനറൽ ലിസ്റ്റിന്റെ കാര്യമാണ് പറയുന്നത്. അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാത്ത കാറ്റഗറിയാണ്. 1196 കേട്ടോ. ഈ കാൻഡിഡേറ്റിന് വരെ ഇപ്പൊ നമുക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് 1196. ഇനി മേ ബി എനിക്ക് തോന്നുന്നു ഈ ഒരു 5 മാസം ഉണ്ട്. അതിനോടിടയ്ക്ക് കുറച്ച് പേർ കൂടെ ഒരു 100-150 പേർക്കൊക്കെ ചിലപ്പോൾ പോവായിരിക്കും കേട്ടോ. നോക്കിക്കേ, അപ്പൊ ഇതാണ് ടോട്ടൽ അഡ്വൈസ്. കഴിഞ്ഞ ലിസ്റ്റിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 1331 പേർക്കാണ്. അതിൽ ഇതാണ് നമുക്ക് എന്താ റാങ്ക് അപ് ടു വിച്ച് അഡ്വൈസ് ഹാസ് സെൻഡ്. അപ്പൊ ഇതിൽ OC എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഇല്ലാത്ത ഓപ്പൺ കാറ്റഗറി കാൻഡിഡേറ്റ്സ് ആണ്. 1196 റാങ്ക് വരെ ഉള്ളവർക്ക് പോയിട്ടുണ്ട്. പിന്നെ EWS 1457 അങ്ങനെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്, കഴിഞ്ഞ എക്സാമിന് കട്ട് ഓഫ് 49 ആയിരുന്നപ്പോഴും ഇതുവരെ അഡ്വൈസ് പോയിരിക്കുന്നത് 51.67 മാർക്ക് കിട്ടിയ കുട്ടി വരെ, അതായത് 51.67 മാർക്ക് കിട്ടിയവർക്കാണ്. കിട്ടിയതിൽ എല്ലാവർക്കും പോയിട്ടില്ല. അതിൽ ആദ്യത്തെ കുറച്ച് പേർക്ക്, അത് സാധാരണ PSC ഗ്രേഡ് ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൺസിഡർ ചെയ്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നേരത്തെ ഉള്ളവർക്കാണ് മുകളിലേക്ക് കിട്ടുക. അപ്പം അത് നോക്കി 51.67 വരെ ഉള്ളവർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇനി കുറച്ച് പേർ കൂടെ പോകും. അതോടെ ആ ലിസ്റ്റ് എക്സ്പയർ ആവും. അതിനുശേഷം നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും. അതാണ് ആ രീതിയിലാണ് നമ്മുടെ PSC കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ഇതെ നിങ്ങളുടെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളത്. അത് ഞാൻ പറയാം. അത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. പലരും പല രീതിയിലാണ് നമ്മുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തത്. ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചിലർ ഒരുപക്ഷെ കുറച്ച് താമസിച്ചായിരിക്കും പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയത്. അപ്പൊ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, പലർക്കും വിഷമം ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ഇപ്പൊ എന്താണ് ഒരു റൈറ്റ് ട്രാക്കിലാണ് അല്ലെ. നമുക്കിവിടെ ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത് പോലെ നെവർ ഗീവ് അപ്പ്. യു നെവർ നോ ഹൗ ക്ലോസ് യു ആർ. നെവർ ഗീവ് അപ്പ് ഓൺ യുവർ ഡ്രീംസ്. അതായത് നോക്കിക്കേ, ഇദ്ദേഹം ഈ ഒരു ഡയമണ്ട് തേടി വരികയാണ്. ഏകദേശം എത്താറായപ്പോഴത്തേക്ക് പുള്ളി എന്താണ് തിരിച്ച് ടേൺ ബാക്ക്, പുള്ളി തിരിച്ച് നടന്നു പോവുകയാണ്. അതേസമയം ഇവിടെ നിന്ന് ഒരാൾ പാത വെട്ടി വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ആരും ഗീവ് അപ്പ് ചെയ്യരുത്. നിങ്ങളെ ഇപ്പൊ നമ്മളൊരു ട്രാക്കിലേക്ക് ആയിട്ടുണ്ട് അല്ലേ, ആ ട്രാക്ക് മുന്നിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ആ ട്രാക്കിൽ തന്നെ നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ലക്ഷ്യം കൈവരിക്കും. ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാൻ നമ്മുടെ കട്ട് ഓഫിന്റെ കാര്യം പറയുകയാണെ. നോക്കിക്കേ, കട്ട് ഓഫ് നമുക്ക് കൃത്യമായിട്ട്, അതായത് PSCയുടെ കട്ട് ഓഫ് കൃത്യമായിട്ട് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് കിട്ടുന്ന ഒരു കണക്കനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കട്ട് ഓഫ് പറയുക. അതായത് നമ്മൾ നടത്തിയ ഒരു സർവേയിൽ ഏകദേശം 2500ഓളം പേരാണ് നമ്മുടെ സർവേയിൽ പങ്കെടുത്തത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 25,000 പേരോളം എങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിലൊരു 10% ആൾക്കാരാണ് നമ്മുടെ സർവേയിൽ പങ്കെടുത്തത്. സോ അതിനനുസരിച്ച് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഒരു 40-45 റേഞ്ചിലാണ് നിൽക്കുക കേട്ടോ. ഒരു 40 മുതൽ 45 വരെയാണ് നമ്മുടെ കട്ട് ഓഫ് വരിക. അപ്പം ഒരു 45 അല്ലെങ്കിൽ 40-45, അതിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ട് പറയുകയാണെങ്കിൽ 45-ന് മുകളിലോട്ടുള്ള കുട്ടികളുടെ പേര് ഉറപ്പായിട്ടും ലിസ്റ്റിൽ ഉണ്ടാകും. അതേസമയം 50-ന് മുകളിലേക്കുള്ള കുട്ടികൾ കുറച്ചുകൂടെ സേഫ് സോണിലാണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം അവർക്ക് റാങ്ക് ലിസ്റ്റ് കുറച്ചുകൂടെ മുന്നിലേക്കായിരിക്കും. അപ്പോൾ റാങ്ക് കിട്ടാനും സാധ്യതയുണ്ട്. അപ്പം ഈ കട്ട് ഓഫിന്റെ കാര്യത്തിൽ പറയുന്നത് ഒരു 40-45 നമുക്ക് ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്ന കട്ട് ഓഫ്. അപ്പം ആരും ഒരുപാട് അമിതമായിട്ട് സന്തോഷിക്കേണ്ട, അമിതമായിട്ട് ദുഃഖിക്കുകയും വേണ്ട. അതായത് നിങ്ങളുടെയൊക്കെ നമ്മുടെ PSCയുടെ ആൻസർ കീ, അതായത് പ്രൊഫഷണൽ ആൻസർ കീ ഇന്നലെ പബ്ലിഷ് ചെയ്തല്ലോ. അതിൽ കുറച്ച് അപാകതകളുണ്ട്. അത് കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അതായത് ഏത്
രീതിയിൽ നമുക്ക് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാം. അത് റെഫറൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കണം ഒബ്ജക്ഷൻ ഫയൽ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് ഒബ്ജക്ഷൻ ഫയൽ ചെയ്യുക. അതിനനുസരിച്ചായിരിക്കും PSC അതിന്റെ ഫൈനൽ ആൻസർ കീ റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരു 40-45 എന്നുള്ള രീതിയിലായിരിക്കും കട്ട് ഓഫ് വരിക. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കട്ട് ഓഫിൽ നിന്ന് ഒരുപാട് താഴെയാണ് മാർക്കെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 മാർക്കെങ്കിലും നേടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് പാത്തിലാണ്. നിങ്ങൾ ഈ ഒരു പഠനം അല്ലെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷൻ ഇതേ സ്ട്രാറ്റജിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നെക്സ്റ്റ് ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടാവും, നിങ്ങൾക്ക് ജോലി ലഭിക്കും. അതായത് എന്നെ ഒരുപാട് കുട്ടികൾ അല്ലേ കേട്ടോ, ഒരുപാട് കുട്ടികൾ എന്നെ വിളിച്ചിരുന്നു. അവരുടെ ഒന്നും പലരുടെയും ആദ്യത്തെ പ്രിപ്പറേഷൻ ഒന്നും അല്ലായിരുന്നു ഇത്. അവര് പല പ്രാവശ്യം റാങ്ക് ലിസ്റ്റിന് ഒരുപാട് താഴെ പോയിട്ട് പിന്നെ കഷ്ടപ്പെട്ട് പഠിച്ച് എത്തിയവരാണ്. ഒരുപാട് പേര് 50-55 മാർക്ക് ഉള്ള ഒരുപാട് കുട്ടികളുണ്ട്. അവരൊക്കെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അതാ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഇൻ കേസ് നിങ്ങൾക്ക് കട്ട് ഓഫിൽ നിന്ന് ഒരുപാട് താഴെയാണ് മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇനി ഒരു ട്രാക്കിലേക്കായി നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് കഴിയും. സോ ഞാൻ ഈ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ. വേക്കപ്പ്, ഡോണ്ട് സ്റ്റോപ്പ് അണ്ടിൽ യുവർ ഗോൾ ഈസ് റീച്ച്ഡ്. അതായത് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക, ആ ഗോള് അക്കംപ്ലിഷ് ചെയ്യുന്നവരെ അല്ലെങ്കിൽ ആ ഗോളിൽ എത്തുന്നത് വരെ നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.